നിസ്കാരത്തിൽ ആലോചിക്കേണ്ടത് നമ്മൾ പറയില്ലേ, റബ്ബേ കൈ കെട്ടുമ്പോഴേക്കും അങ്കമാലി പോയി വരിക, കൈ കെട്ടി നിസ്കാരം തീരുമ്പോഴേക്കും ആലുവയിൽ ട്രിപ്പ് അടിച്ചു വന്നു, റഹ്മാനായ റബ്ബേന്റെ ഇടയ്ക്ക് എവിടൊക്കെ പോയി വരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത് അല്ലേ, ബ്രസീലിൽ പോയി വരുന്നു. സുബ്ഹാനല്ലാഹ്, ആകെ 5 മിനിറ്റ് നടന്നിട്ടില്ല. എയർപോർട്ടിലേക്ക് നടന്നെത്താനോ ഫ്ലൈറ്റിനോ കാറിനോ എത്തേണ്ട നേരമായിട്ടില്ല. ലോകത്തിന്റെ എല്ലാ കളിസ്ഥലത്തും പോയി വന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ അടുത്തേക്ക് മാത്രം എത്തിയില്ല. ഇതാ നമ്മുടെ കഥ. നമ്മൾ പറയും അള്ളാഹ് കൂലി തരണേ, പഠിച്ചോനെ നിസ്കാരം സ്വീകരിക്കണേ. നേരത്തിൽ എന്താണ് ആലോചിക്കേണ്ടത്? എങ്ങനെയാണ് മനസ്സിന് മധുരം വരിക? ഈ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ ഒരു സുബഹി നിസ്കാരത്തിന് നമുക്ക് ആയുസ്സുണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ ഇശ കഴിഞ്ഞു, സുബഹി ഉണ്ടോ അല്ലാഹു അഅലം. നമ്മൾ ചിലപ്പോൾ ഖബറിലേക്കായിരിക്കും പോവുക. ഓരോ നിസ്കാരവും നിർണായകമാണ്. നബി തങ്ങൾ അതുകൊണ്ടാ സ്വല്ലു സ്വലാത്തൽ മുവദ്ദിഅ, ഈ ലോകത്തോട് ഗുഡ് ബൈ പറയും.